CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ വീണ്ടും വൻ അപകടം. KSRTC ബസും മത്സ്യം കയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് 10 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരം. പന്നിത്തടം അപകടം. KSRTCക്കെതിരെയും മെഡിക്കൽ കോളേജിനെതിരെയും ആക്ഷേപങ്ങൾ. ഗുരുതര പരിക്കേറ്റ ബസ് ഡ്രൈവർക്ക് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സ ലഭിച്ചില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ. ചൊവ്വാഴ്ച സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 8 സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്കും. 22 മുതൽ അനിശ്ചിതകാല സമരവും നടത്താൻ ബസ് ഉടമ സംഘടനകളുടെ കൂട്ടായ്മയായ ബസ് ഉടമ സംയുക്ത സമിതി തീരുമാനിച്ചു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഗൃഹനാഥനെ ആക്രമിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ക്രൈസ്തവർ ദുഃഖ്രാന തിരുനാൾ ആഘോഷിച്ചു. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ തോമസ് ലിഹായയുടെയും ദുഃഖ്രാന തിരുനാൾ ഭക്തിസാന്ദ്രം. 1 ലക്ഷത്തോളം പേർ ദുഃഖ്രാന ഊട്ടിൽ പങ്കെടുത്തു. ആർത്താറ്റും മറ്റത്തും നടന്ന തിരുനാൾ ശുശ്രൂഷകളിൽ നിരവധി പേർ പങ്കെടുത്തു. പന്നിത്തടം അപകടം. രക്ഷാപ്രവർത്തനത്തിന് ആദ്യമെത്തിയവരിൽ ഫോട്ടോഗ്രാഫറായ സന്നിയും. നാട്ടുകാരെ വിളിച്ചുകൂട്ടി രക്ഷാപ്രവർത്തനത്തിന് ഏകോപിത ശ്രമം നടത്തിയത് സന്നിയുടെ നേതൃത്വത്തിലായിരുന്നു. കേന്ദ്ര സർക്കാർ ആഴക്കടലും തീരവും സമ്പന്നർക്ക് തീരെഴുതി കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം ചാവക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പിലാവിൽ പാതയോരത്ത് നിന്നിരുന്ന മരത്തിന്റെ കൊമ്പ് കെട്ടിടത്തിന് മുകളിലേക്ക് വീണു. ഒഴിവായത് വൻ അപകടം. പാലയൂരിന്റെ പുണ്യഭൂമിയെ ആവേശത്തിരയിലാക്കി മെഗാ മാർഗംകളി. മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലാണ് ദുഃഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് മെഗാ മാർഗംകളി അരങ്ങേറിയത്. ചാവക്കാട് ദേശീയപാത 66 തിരുവത്ര അത്താണിയിൽ സ്വകാര്യ ബസ് സർവീസ് റോഡിന്റെ കാനയുടെ വശത്തെ കുഴിയിലേക്ക് ചെരിഞ്ഞു. ആർക്കും പരിക്കില്ല. പുന്നയൂർ പഞ്ചായത്തിൽ നടന്ന വിവിധ പദ്ധതികളിലെ അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് പറഞ്ഞു. UDF പുന്നയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിനുശേഷം നടന്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചാവക്കാട് കോടതി പരിസരത്ത് നടന്ന കവർച്ചയിൽ CPM നേതാവിനെ പങ്കുണ്ടെന്നാരോപിച്ച് BJP ചാവക്കാട് മണ്ഡലം കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ചാലിശ്ശേരി സ്വദേശി ദുബായിൽ ഷോക്കേറ്റ് മരിച്ചു. കൊളവർണിയിൽ മാനുവിന്റെ മകൻ 24 വയസ്സുള്ള അജ്മലാണ് മരിച്ചത്. കടവല്ലൂർ തിപ്പിലശ്ശേരിയിൽ വീടിന്റെ ചുമർ തകർന്നു വീണു. ഉറങ്ങിക്കിടന്ന യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വെള്ളിച്ചില്ലമിതറി പാറന്നൂർ ചിറ. മനം നിറഞ്ഞ സഞ്ചാരികൾ. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ പാറന്നൂർ ചിറ നിറയൗവനത്തിലേക്ക് തിരിച്ചെത്തിയതോടെ നിരവധി പേരാണ് മനം കുളിർപ്പിക്കുന്ന കാഴ്ച ആസ്വദിക്കാനായി എത്തുന്നത്. 1201 ഗുരുവായൂർ ദേവസ്വം പഞ്ചാംഗം പ്രകാശനം ചെയ്തു. ഗുരുവായൂരപ്പന്റെ സോപാനപ്പടിയിൽ ആദ്യ പകർപ്പ് സമർപ്പിച്ച ശേഷമായിരുന്നു പ്രകാശനം. ഗുരുവായൂർ നഗരസഭയുടെയും തൈക്കാട് ഗുരുവായൂർ പൂക്കോട് കൃഷിഭവനുകളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല മഹോത്സവം സംഘടിപ്പിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ വേലൂർ കുർമാലിലെ സൗജന്യ ഡയാലിസിസ് യൂണിറ്റിന്റെ വാർഷികാഘോഷം നടന്നു. മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ തോമസ് ലിഹായുടെയും ഈശോയുടെ ഹൃദയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഡോക്ടേഴ്സ് ദിനാചരണം സംഘടിപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിജ്ഞയുമായി കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് OKR മണികണ്ഠന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിജ്ഞാ സദസ്സ് പൊതുപ്രവർത്തകനും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമായ ബാലൻ മാറനാട്ട് ഉദ്ഘാടനം ചെയ്തു. BJP സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹവിരുദ്ധ നയങ്ങൾക്കെതിരായി ട്രേഡ് യൂണിയൻ സമരസമിതിയുടെ നേതൃത്വത്തിൽ ജൂലൈ 9 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം ചൂണ്ടൽ പഞ്ചായത്തിൽ കാൽനട ജാഥ സംഘടിപ്പിച്ചു. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നവാഗത വിദ്യാർത്ഥികൾക്കായി വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. ഐക്യം അതിജീവനം അഭിമാനം എന്ന പ്രമേയത്തിൽ MSF തൃശൂർ ജില്ലാ സമ്മേളനം വെള്ളി ശനി ദിവസങ്ങളിൽ ചാവക്കാട് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വേലൂർ പഞ്ചായത്ത് വെള്ളാറ്റഞ്ഞൂർ ചുങ്കം റോഡരികിലെ മരങ്ങളിലെ ചില്ലകൾ മുറിച്ചുമാറ്റി. ചാവക്കാട് മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ നൃത്തശില്പം അവതരിപ്പിച്ചു. പെരുമ്പിലാവ് അൻസാർ കോളേജ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ കോഴ്സിന്റെ ആദ്യ ബാച്ച് പൂർത്തീകരണ ചടങ്ങ് നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക.
തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.